ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ജൂലൈ 7. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. പിന്നെ അതുകൊണ്ട് നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ പോകണം. അതുകൊണ്ട് ഇന്ന് രണ്ടുപേരും ഇന്ന് ലീവൊക്കെ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യത്തിന് വേണ്ടി എൻ്റെ വീട്ടിൽ വരേണ്ടതുണ്ടായിരുന്നേ. അപ്പം അതിനുവേണ്ടി വന്നതാണ്. അപ്പം മാവേലിക്കരയിൽ പോയിട്ടില്ല. മോനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു, അവർ പോയി. ഇപ്പോൾ തക്കടും ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളിന്ന് രാവിലെ പോകുന്ന വഴിക്ക് നമ്മൾ ഉണ്ണിക്കണ്ണൻ അമ്പലപ്പുഴ അമ്പലത്തിൽ കയറി നമ്മൾ ഉണ്ണിക്കണ്ണനെയും കൂടെ കണ്ട് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകാൻ. എപ്പോഴും വിചാരിക്കും ആനിവേഴ്സറിക്ക് ഒരു ദിവസം ലീവ് എടുക്കണം, പക്ഷെ ഇത്ര നാളും പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ ഏതായാലും അത് സാധിച്ചു. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ അല്ലേ. പൂജ കഴിയുന്നതിന് മുന്നേ ഇവിടെ എത്തണം, പ്രസാദം വാങ്ങണം. അപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് 10-10:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി ഇവിടുന്ന്. അപ്പോൾ എന്താ നമ്മുടെ തക്കുടു എഴുന്നേറ്റിട്ടില്ല. തക്കുടിനെയൊക്കെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കിക്കൊണ്ട് വേണം പോകാനായിട്ട്. പിന്നെ ഗിഫ്റ്റൊന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എപ്പോഴും എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നു കേട്ടോ. എനിക്ക് ഷൂ വാങ്ങിച്ചു തന്നു, ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നു. പക്ഷേ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചത് പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. അത് നമുക്ക് സർപ്രൈസാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷില്ല, നെക്സ്റ്റ് മന്ത് മേടിച്ചിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വലിയ കാര്യമില്ല, തമിട്ടി നടക്കുക. പക്ഷെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ കൊടുക്കാം. അപ്പം റെഡിയായിട്ട് പോകണം. ബാക്കി നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് അപ്പം ഞങ്ങളൊന്ന് റെഡിയാവട്ടെ. ഏതായാലും സമയം ഇപ്പോൾ 8:30 ആവുന്നേ ഉള്ളൂ. എങ്കിലും നേരത്തേക്ക് റെഡി ആയിരിക്കട്ടെ. ഓക്കെ, ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ ഈ കടകളും ഈ സ്ഥലമൊക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു ഫീലിംഗാണ് വരുന്നത്. അങ്ങനെ അമ്പലത്തിലെത്തി ഭഗവാനെ കണ്ട് തൊഴുതു, ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുതു. ഇതാണ് അമ്പലക്കുളം. എന്തോരം മീനുകളാണെന്നറിയോ ഉള്ളത്. നിറയെ അതും വലിയ വലിയ മീനുകളാണേ. തക്കടവും പ്രമോദവും കൂടെ കൈയും കാലും കഴുകാനായിട്ട് അമ്പലക്കുളത്തിലിറങ്ങി. ഞാൻ ഇറങ്ങിയില്ല, നല്ല വഴുക്കലുണ്ടായിരുന്നേ. അങ്ങനെ അവർ ഇറങ്ങി കൈയും കാലൊക്കെ കഴുകിയിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നടന്നു. ഞങ്ങൾ കുറേ നേരം അമ്പലത്തിലിരുന്നേ. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ വഴിപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു പാൽപ്പായസം. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പിന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ പാൽപ്പായസം കുടിക്കണമെന്നുള്ളത്. പണ്ട് എപ്പോഴോ കുടിച്ചിട്ടുണ്ട്. ആ ടേസ്റ്റ് ഇപ്പോഴും അറിയാവുന്നതുകൊണ്ടായിരിക്കണം, ഇപ്പോഴും കൊതിയാണ് അത് കുടിക്കാനായിട്ട്. അപ്പം അങ്ങനെ അത് ഒരു മണി 1:30 ആകും കിട്ടുമ്പോഴത്തേക്ക്, പൂജ കഴിയുമ്പോഴേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് കൊടുക്കണ്ടേ, അതിന് വേണ്ടി സ്ഥലം തപ്പി നടന്നപ്പോഴാണ് ഇത് കണ്ടത്. ഈ സ്ഥലം കണ്ടത്. നിറയെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ആനയുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. അവിടെ അധികം തിരക്കൊന്നുമില്ല, ആരുമില്ല. ഇത്ര സ്ഥലം ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇതാണ് ഗിഫ്റ്റ്. ഇത് കൊടുക്കാൻ പുള്ളിക്കാരൻ എന്തായാലും സർപ്രൈസായി. ഭയങ്കര സന്തോഷമായി. ഇത് കണ്ടപ്പോഴത്തേക്ക് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമെന്ന്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. തക്കട് പറയാൻ ഞാൻ കെട്ടി കൊടുക്കാമെന്നും പറഞ്ഞു തക്കട് പറഞ്ഞതേ. പിന്നെ ഞാൻ സിൽവർ. ഓക്കെ, അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു. റമൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ പായസം കിട്ടിയിരിക്കുകയാണ്. മേടിച്ചെന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. വേറെ 1 ലിറ്റർ കൂടെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 1 ലിറ്റർ, വേറെ 1 ലിറ്റർ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും, ഓഫീസിൽ എല്ലാവർക്കും കൊടുക്കണം, വീട്ടിലെല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക് പോന്നു. 2 മണി ആവാറായി. വിശന്നിട്ട് വയ്യ. അങ്ങനെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.